ഇത് നമ്മൾ തിന്നണ കൂണാണെന്ന് അറിയില്ലല്ലോ. ഇത് നോക്ക്, ഇത് നല്ല മഷ്റൂം അല്ലേ? മീനും അമ്മേ കരിഞ്ഞു പോയാലും വേണ്ടില്ല. നോക്കി കേട്ടാ, എടാ നീ കുറച്ച് മുന്നിൽ വാ, പിന്നെ ഷൂട്ട് ചെയ്യാ. മുള്ളുണ്ട് കേട്ടോ. ഇതിലോടാ എന്തേ അയാളവിടെ നിന്നോളൂ, നീ വാ. ഓൻ്റെ കാര്യം നോക്കുക വേണ്ട. നിൽക്കടാ, അതൊന്നും ഇവിടെ വെക്കട്ടെ. ഒരു മിനിറ്റ് അമ്മേ, കുറച്ച് അങ്ങോട്ട് ചെന്നാൽ ഇരിക്കാൻ പറ്റില്ല. അവൻ വരട്ടെ. അവനവിടെ ആ ടോർച്ചുണ്ടോ? വരുന്നുണ്ട്. ഒരു വെളിച്ചം കാണുന്നുണ്ട്. അവനിതാ പ്രശ്നം, ഒറ്റക്ക് അങ്ങോട്ട് മുങ്ങിക്കളയും. അവിടെ നടന്നു വരുമ്പോൾ ഒരു ഇതുണ്ട്, വേദന ഉണ്ട്. വാ വാ വാ, നീ ഒറ്റക്ക് ഇങ്ങനെ പിരിഞ്ഞു പോലെ കേട്ടോ. ഹായ്, ഒറ്റക്കേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലഡായി പോവല്ലേന്ന്. സതീശൻ നടന്നിട്ട് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. കയറി നമ്മൾ തുടങ്ങിയിട്ടല്ലോ. പക്ഷേ എനിക്ക് അവിടെ പാറേനോൾ കൂടെ വന്നപ്പോൾ കുറച്ച് കാലിനൊരു നടന്നല്ലേ, കുറച്ച് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പേടി തുടങ്ങിയിട്ടില്ല. മിടലേ അതൊന്നും നോക്കണ്ട, അതൊക്കെ ഉണ്ടാവും. എന്തോ അല്ല, എന്തൊരു സൗണ്ട് കേട്ടറാ. നമ്മൾ അങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണേ. അല്ല, എനിക്ക് പേടി ഉണ്ടെന്നല്ല അറിയാലോ. അതൊന്നും നോക്കണ്ട. ടോർച്ച് അടിക്കില്ലേ, എന്തറിയോ? എന്താ സൗണ്ട് ഉണ്ടെങ്കിൽ അത് കട്ടായി. ഇനി നമുക്കേ ഹാഫ് അമ്പിളിമാവനെ കണ്ട. ഇനി നമുക്കൊരു കാര്യം ചെയ്യണോ, പിന്നെ കുറച്ചുകൂടി ആ സൈഡിലോട്ട് പോകാം അല്ലേ? കുറച്ചേരം ഇവിടെ ഇരിക്കാം, അതന്നെ. എന്നിട്ട് ബാക്കിയില്ല ചിന്തിക്കാം. നിങ്ങൾ ഇങ്ങനെയാണോ ശരിക്കും? നിങ്ങൾ ഇതല്ല, ഇതിൻ്റെ അപ്പുറമാണ്. ഇതൊന്നും ഒന്നുമല്ല. അപ്പോൾ ഞാൻ സതീഷിനെ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പരിചയപ്പെടുത്തട്ടെ. എവിടെ ക്യാമറ? എടാ ശരി, നീ അത് ഞാൻ ഈ മൊബൈൽ നോക്കിയിരുന്നപ്പോഴേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഒരു പുതിയ അതിഥി ഉണ്ട് അല്ലേ? അതിഥീനെ എല്ലാവർക്കും അറിയാം. അതിഥീനെ ഉള്ളിലാണ് മൊബൈലിൽ നോക്കിയിരിക്കാന്ന് പറഞ്ഞപ്പോൾ തെറ്റിദ്ധരിക്കരുത്. മൊബൈലിൽ ഇപ്പോൾ എടുത്തൊരു വീഡിയോന്റെ ഒരു ചെറിയൊരു ഷോട്ട് കിട്ടിയിട്ടില്ലേ നോക്കിയതാണ് കേട്ടോ. കിട്ടിയല്ലോ. അപ്പോൾ പുള്ളിക്ക് നമ്മളിവിടെ അഡ്വഞ്ചറായിട്ട് ക്യാമ്പ് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ നമ്മളൊരു കാട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നാണ്. ആദ്യം ചെറിയൊരു മടി കാണിച്ചെങ്കിലും പിന്നെ ആളങ്ങ് റെഡിയായി. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് വീണ്ടും ഞങ്ങൾ യാത്രയാണ്. കുറച്ചുകൂടെ യാത്രയാണ് അല്ലേ? കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകണം, എന്നാലേ നമുക്ക് റെസ്റ്റ് എടുത്തോട്ടെ. കുറച്ചുകൂടെ ഉള്ളിലേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി ആലോചിക്കുകയാണ്, ഇത്രയും നേരം ഉള്ളിലേക്ക് വന്നിട്ട് ഒരുപാട് അങ്ങ് പോയല്ലോ എന്ന് ഞാൻ ചോദിച്ചോണ്ട്. ഇനി കാര്യമായിട്ട് പറയണം, ഇനി ഉള്ളിലേക്ക് തന്നെയാണോ? കുറച്ചുകൂടെ പോകണം, എന്നാലല്ലേ നമുക്ക് ക്യാമ്പിങ്ങിന്റെ ഒരു അഡ്വഞ്ചർ ഫീൽ കിട്ടുള്ളൂ. കുറച്ച് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു എന്തായാലും ഇവന്റെ ഫസ്റ്റ് ക്യാമ്പിംഗ് ആണ്. നമുക്ക് എന്തായാലും ഇവനെ ഒന്ന് സെറ്റാക്കി എടുക്കണം അല്ലേ? വേണം. 100% ഒരു 10% മാത്രമാണ് ഇപ്പോൾ പിന്നെ ഇതിൽ കാണിച്ചിട്ടുള്ളൂ എന്നുള്ള കാണിക്കുന്നുണ്ടാവുള്ളൂ. കാരണം വെച്ചാൽ അത്ര എടുത്തിട്ടുള്ളൂ. ഒരുപാട് മനസ്സിലായില്ലേ? ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലോ. അല്ല, ഇപ്പൊ ഏകദേശം നമ്മൾ എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ള ഏകദേശം മനസ്സിലായി. പുള്ളി കുറെ ദിവസമായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ സിമ്പിളായിട്ട് പോവുകയാണ്, സിമ്പിളായിട്ട് വരികയാണ്. എല്ലാം സിമ്പിൾ എന്നുള്ള. ഇപ്പൊ ഇന്നത്തെ ദിവസം ഏകദേശം ആൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ചുകൂടി അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് എന്തായാലും ഞങ്ങൾ 2 ദിവസമാണ് ഈ ക്യാമ്പിലുള്ളത് കേട്ടോ അല്ലേ? അപ്പൊ 2 ദിവസം ആശാനും നമ്മുടെ കൂടെ ഉണ്ടാവും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനിയിപ്പോ പോണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് പുറത്തേക്ക് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമുള്ള കാര്യം.
അത്ര ഞാൻ പറയുന്നുള്ളൂ. ബാക്കി എന്തായാലും നമുക്ക് കാണാം. വിശേഷങ്ങൾ പതിയെ നോക്കാം അല്ലേ. ഇവനെന്തായാലും കാണാണ്ടായി പോവില്ല. പേടിയില്ല, എന്താ അറിയോ, അങ്ങനെ പേടിയില്ല. പക്ഷേ മറ്റു മൃഗങ്ങൾക്കൊക്കെ അല്ല ഈ കളർ കണ്ടാ ഒന്നും വരൂല്ല. ഇനിയിപ്പോൾ മൃഗങ്ങളുടെ കാര്യമൊക്കെ ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവരെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യമാണ്. പിന്നെ കൂടെ ഉള്ളതുകൊണ്ട് ധൈര്യമല്ല, എപ്പോഴും ടോർച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു നോക്കണം, ശ്രദ്ധ എപ്പോഴും വേണം. ടോർച്ച് അടിക്കുമ്പോൾ എനിക്ക് പേടിയെന്ന് അറിയാം, ഇതിൽ ബാറ്ററി തീർന്നു കഴിഞ്ഞിട്ട് ബാറ്ററി തീർന്ന വേറെ ടോർച്ച് ഉണ്ട്, നീ അതൊന്നും പേടിക്കണ്ട. ഒരു സാധനം ഇല്ലാത്തല്ല, നീ ഒന്നും പേടിക്കണ്ട. ഞാൻ 4 കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാ അത് ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത്രയും ദൂരം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അപ്പം എന്തായാലും നോക്കാം അല്ലേ. ഓക്കെ, ചോദിച്ചോ നമുക്ക് ഇവിടെ തന്നെ എടാ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം, ഇവിടെ തന്നെ. എന്നിട്ടേ പിന്നെ വെളുപ്പിന് ഇവിടുന്ന് വിട്ടാൽ പോരെ. വെളുപ്പിന് നോക്കാം. എന്താ അറിയോ ഇപ്പത്തെ കാര്യം എന്താ കാര്യം എന്നറിയോ, ഇപ്പൊ നമ്മൾ ഇവിടെ ഇത്രയും നല്ല ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് പോയാൽ വെറും കാട്ട് കിടക്കേണ്ടി വരും. ശരിയാ, ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാം. ഞാൻ ആൽമരത്തിൽ തന്നെ കെട്ടാല. നമുക്ക് അതിൽ കെട്ടാനുള്ള സെറ്റപ്പാണോ? അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ടെൻറ്റ് വീടുകളിൽ സെറ്റ് ചെയ്യാം. ഞാനപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ, കുറച്ച് വിറക് ശേഖരിക്കട്ടെ. അതെ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ വിളിക്കാം. കുഴപ്പമില്ല സതീശ, നമുക്ക് കുറച്ച് വിറക് എടുത്താലോ? സെറ്റല്ലേ? എങ്ങനെയുണ്ട് ബാറ്ററി അടി? ചാർജ് കുറച്ച് കുറവാണ്. ഏത് ഒന്നുകൂടി അടി, എന്നെ അടിക്കാനല്ല. കയ്യൊന്നും ഇങ്ങോട്ട് വരുന്നില്ല, അറിയില്ല. പേടിച്ചിട്ടാ? അവരടി അടി അടി അവിടെ ഉണ്ടോ? ഓക്കെ അല്ലേ, സെറ്റല്ലേ? സെറ്റാണ്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ടോർച്ച് പോരാ, മറ്റേ ടോർച്ച് എന്തെങ്കിലും വേറെ ഉണ്ട്. ആ നീ അങ്ങോട്ട് പോവാ, നമുക്ക് കെട്ടാന്. ഞങ്ങൾ വിറക് ശേഖരിക്കട്ടെ. ഓക്കെ, നീ ടോർച്ചിനെ പറ്റിയോ ലൈറ്റിനെ പറ്റിയോ ഒന്നും പേടിക്കണ്ട കേട്ടോ. പേടിയില്ല, നീ ഞങ്ങളെ കൂടെയാണ്. പേടിയല്ല, എനിക്ക് ധൈര്യമാണ്. എനിക്ക് എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളുണ്ടല്ലോ ഈ ടോർച്ച് കയ്യിൽ, ആ ധൈര്യമാണ്. ലൈറ്റ് വേറെ ഉണ്ട്, വലിയ ലൈറ്റ് ഒക്കെ ഉണ്ട്, അതിനെ പറ്റി ഒന്നും പേടിക്കണ്ട. നമുക്ക് ആദ്യം കുറച്ച് വിറക് എടുക്കണം. ഈ ലൈറ്റ് ഇങ്ങനെ കൈ പിടിക്കണം. ഇത് പിടിച്ചോ. ഇനി നമുക്ക് വിറക് എവിടെ കിട്ടണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരും, ലൈറ്റ് അടിച്ചുകൊണ്ട് വരണേ. ടോർച്ചും കയ്യിൽ വെച്ചോ. ബാ, നിൻ്റെ ഈ കോട്ടിൻ്റെ കളർ ഇതായതുകൊണ്ട് നല്ലോണം കാണാം. എന്ത് നീ അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് കുറച്ച് വിറക് കിട്ടിയിട്ട് താഴെട്ടൊന്ന് പോവാം. പാമ്പിൻ്റെ വാലിലൊന്നും കയറി പിടിക്കല്ലേ സതീശ. നീ കാണിക്കും, ഞാൻ എടുത്തു തരാം. ഏത് അവിടെ ഇല്ലേ? നീ ഇല്ലേ? അതെല്ലാം എടുത്തേ. ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ അതേ പറഞ്ഞേ, വിറകാനും പറഞ്ഞ പാമ്പിൻ്റെ വാലിലൊന്നും കയറി പിടിക്കല്ലേ. എന്താണെന്നറിയോ, പൊട്ടി വീഴും ഇങ്ങനെ മഴ, ഇങ്ങനെ ഉണങ്ങിയ കമ്പി എടുത്ത് പോലെ എടുത്തോ. മറ്റേതവിടെ അവിടെ കൊണ്ടിട്ട് ഞാൻ ഒരുമിച്ചെടുക്കാം. ഇനി ഇല്ലല്ലോ ഇവിടെ. മാഹിക്കാരൻ അവിടെ അല്ലേ, അതോ പോയോ? അവിടെ ഇട്ടോ. എന്തോ അട്ട കടിക്കണ്ടോ നോക്കിയോ? ഒക്കെ നാളെ നേരം വെളുപ്പം നോക്കിയാൽ ഇത് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നിരന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ മാഹിക്കാരൻ താഴെയാണ് മറ്റേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളെന്തായാലും ഇവിടെ ടെൻറ്റ് വെക്കാലടാ. അതായത് അവന് അങ്ങ് താഴെയാണ്. ഞങ്ങളപ്പോൾ വിറക് പെറുക്കി ഇവിടെ എത്തിയതാണ്. അപ്പോൾ നമ്മൾ ആ പാറേൻ്റെ അടുത്ത് നിന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും ടെൻറ്റ് വെക്കാം. സാധനം എടുത്തിട്ട് വരാം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എനിക്ക് പറയാനായില്ല, കുറച്ചുകൂടി എക്സ്പീരിയൻസ് അല്ല പ്രശ്നം, എനിക്കിപ്പോൾ ഇവനെ നോക്കി നടക്കണം. അതാണ് ഇപ്പോൾ എൻ്റെ പ്രശ്നം. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ഇത്ര റിസ്ക് ഇല്ല. ഇതിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. അതാണ് എനിക്ക് പറയാൻ കിട്ടാത്തത്. കാരണം വെച്ചാൽ ഇവൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. അല്ല, ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് റിസ്ക് ഇല്ല. ഇവനും കൂടി ഉണ്ടായപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ റിസ്ക് ആണ്. ആണോ? നിന്നെ നോക്കി നടക്കണം, നിന്നെ കെയർ ചെയ്യണം. ഒറ്റയ്ക്ക് നീ ഇങ്ങനെടാ ഇത്രയും അതൊക്കെ അങ്ങ് ചെയ്യണ്ടടാ. ബാ, അവനവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയല്ലോ, അടിപൊളി. നോക്കി പോട്ടോ. ആമക്ക് കെട്ടിട്ടോ? ആമക്ക് കെട്ടി, ആമക്കൊക്കെ കെട്ടി ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കി. എന്താടാ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. എന്തായി, സെറ്റായാ?
ഈ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും സെറ്റാക്കണം. ഈ ചായ ഒക്കെ കാച്ചാൻ പറ്റും നോക്കട്ടെ. നല്ല അരുവി വേണ്ട. അരുവിയുണ്ട്, നോക്കി നിൽക്കണം കേട്ടോ. ഇവിടെ മറ്റേ സാധനം ഉണ്ടാവും കേട്ടോ. രാജൻ്റെ സുഹൃത്തല്ലേ? കുഴപ്പമില്ല. മേളിലുള്ള ആ മേളിലാണ് ഞങ്ങൾക്ക് പറ്റിയ സ്ഥലമുള്ളൂ. പോയല്ലേ? വിറകെടുക്കാൻ പോയപ്പോ നല്ല നിരന്ന സ്ഥലം കണ്ട്. അതെയാ, നല്ല സ്ഥലം. കുഴപ്പമില്ല, ടെന്റ് വെക്കാം. ഞാൻ വരാം. ഞാനേ ഇവിടെ ഒന്ന് ടേബിൾ ഇതൊക്കെ സെറ്റാക്ക്. ചായ ഒക്കെ ഇട്ട് കുടിക്കട്ടെ. നിങ്ങൾക്ക് ചായ വേണ്ടേ? ചായ വേണ്ട, നീ ഇട്ടോ. വേണ്ട, ഇപ്പൊ വേണ്ട. വാ, ഞാൻ കുറച്ചിട്ടാടാ. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആട്ടി തരുവാ. ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. തിരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് വരും. ഞാൻ ഈ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വരാം. ആ ശരി, വാ. ഇവിടെ തന്നെ സെറ്റാക്കല്ലടാ. അപ്പോൾ എന്തായാലും ഞങ്ങളെ താഴ്ന്ന് ഞങ്ങൾ ബാഗൊക്കെ വെച്ച് കൊടുത്തുനിന്ന് ഇങ്ങോട്ട് പോന്നു. ഇനി നമ്മൾ ഇവിടെ തന്നെയാണ് സെറ്റാക്കണത്. പോരെ? എന്താ ഞാനാലോചിക്കുന്നത് എങ്ങനെ നീ ഇങ്ങനെ നീ പറഞ്ഞിട്ട് ആവർത്തിച്ച് പറയാനുള്ള കാട്ടുകൂടെ പ്രാന്താന്നായിരിക്കും അല്ലേ കാണുന്ന ആൾക്കാർ? പ്രാന്താന്നല്ലടാ, എന്തുമാത്രം റിസ്ക് എടുക്കുന്നത്. ഇതാരെങ്കിലും ഇതിൻ്റെ ഒരു അംശമെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? സാറിലടാ, നമ്മളൊരു കണ്ടന്റ് അല്ലേ, പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമല്ലേ. നമുക്ക് ഈ ഷീറ്റ് വിരിക്കണ്ട. ദേഹാധ്വാനമുണ്ട്, മാനസികമായിട്ട് നല്ല ഒരു സമ്മർദ്ദം എനിക്ക് തോന്നൂലല്ലേ. നിൻ്റെ ഒരു പാഷൻ നമുക്ക് ഇഷ്ടമുള്ളൊരു മേഖലയല്ലേ. ഇതെന്തിനാ നമ്മൾ ഇത്രയും നൂർത്തിട്ടേന്നറിയോ? ഇതിൻ്റെ കാൽഭാഗം മതി. നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ടെൻറ്റ് പ്ലാസ്റ്റിക് ടെൻറ്റിൻ്റെ മേളിൽ കൂടെ ഇടാം. ഇങ്ങോട്ട് വാ, ഇതിൽ വാ, സൈഡിൽ കൂടെ സൂക്ഷിച്ച്. ചൂട്ടിക്കോ. വേണ്ടേ, ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഷൂ വയ്ക്കണം കേട്ടോ. എന്നിട്ട് ടെൻറ്റ് കയറിയിട്ട് സുഖമായിട്ട് എൻ്റെ കുട്ടി കിടന്നുറങ്ങിക്കോ. ഞാൻ അപ്പോഴത്തേക്ക് തീയൊക്കെ കത്തിച്ച്. അതെ, ഇതൊന്ന് വിളിച്ചേ. വിട്ടോക്ക് മതി. സെറ്റായില്ലേ? ഇഷ്ടമായ? ഇതിലാണെന്ന് നമ്മൾ കിടന്നുറങ്ങണ്ടേ കേട്ടോ. ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ നമ്മുടെ സതീശൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതുപോലെ കാട്ടിൽ വന്ന് ടെൻറ്റിൽ കിടക്കണത്. അപ്പോൾ 2 ദിവസത്തേക്ക് വന്നതാണ്. എന്താ സ്ഥിതി എന്നുള്ളത് നമുക്ക് വഴിയേ അറിയാം അല്ലടാ. ഞാൻ ബാക്കിയുള്ളവരോട് നോക്കട്ടെ. തൊപ്പി വിട്ടിരിക്കട്ടെ അല്ലേ. ഈ വിറക് നല്ലോണം ഉണങ്ങിയിട്ടെന്നല്ലടാ സതീശ, വിറക് നല്ലോണം ഉണങ്ങിയിട്ടെന്നല്ല. ഉണങ്ങിയില്ലേ? പക്ഷെ നനഞ്ഞിട്ടേ സൗണ്ട് കേൾക്കണ്ടല്ലോ ഇടയ്ക്ക്. സൗണ്ട് കേൾക്കും. സൗണ്ട് ഞാൻ നിന്നോട് പറയാത്തതാ. നേരത്തെ പറഞ്ഞ പോലെ നിനക്ക് പേടിയായാലോ? ഞാൻ 2 ദിവസം ഇത് ശ്രദ്ധിച്ചു. എനിക്ക് പറഞ്ഞില്ല എന്നുള്ളൂ. നീ അത് ഫോട്ടോ എടുക്കാനുള്ള ഇതുകൊണ്ട് സൗണ്ട് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പേടിക്കാനൊന്നുമില്ല കേട്ടോ. പേടി വേണ്ട, ശ്രദ്ധ മതി. അവനുണ്ടല്ലോ താഴെ. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ 3 ആളില്ലേ, പിന്നെന്താ പേടി? 3 ആളുണ്ട്. ഞങ്ങൾ 2 ഇതിനേക്കാളും വലിയ കാട്ടിലൊക്കെ പോകുന്നതല്ലേ സതീശ? കത്തിക്കട്ടെ. ഇതൊക്കെ അതൊക്കെ ഇതിലാണ് കത്തിക്കില്ലേ? ഓ, ഇതിൽ തന്നെയല്ലേ കത്തിക്കുക. ഞാനിങ്ങനെ ആലോചിച്ചു, പേപ്പറോ വേറെ ഒന്നും സാധനമൊന്നുമില്ലല്ലോ. ഇത് കത്തിക്കോളും. ഞാൻ അതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. ചൂടായ കത്തും. ഇങ്ങോട്ട് ഇറങ്ങിയിരുന്ന എന്താ അറിയോ? ഇത് കത്തൂല. ചൂട് ഇത് കത്തൂല സതീശ. ഗ്യാസ് കഴിയ. പക്ഷെ ഉണങ്ങിയ വിറകാണ്. ഒരു ദിവസത്തെ മഴ നടക്കൂല. എന്നും മഴയല്ലേ ഇങ്ങനെ. ഞങ്ങൾ കുറച്ചുകൂടെ ചുള്ളി പെറുക്കിയിട്ട് വന്നതാണ് ഇപ്പോൾ. ഇത് ചെറിയ ഉണങ്ങിയ മുളേൻ്റെ ചുള്ളിയില്ലേ, പക്ഷേ അതിന് തൊലി ഉണ്ടാവില്ല. പക്ഷേ തൊലി തൊലിക്ക് വെള്ളം. പക്ഷേ ഇതേ എല്ലാം നനഞ്ഞതാണ്, അതാണ് ഒരു പ്രശ്നം.
കത്തി പിടിച്ചാൽ ഒന്ന് പിടിച്ചാൽ മതിയായിരുന്നു. അതെ വിറക് വിചാരിച്ച പോലെ കത്തുന്നില്ലടാ. ഭയങ്കര നനവ്. ഒറ്റക്ക് കുടിച്ചില്ലേ? ഒറ്റക്കെന്താ കുടിച്ചെന്നറിയാം. വീഡിയോയിൽ എല്ലാവരും പറയും നിങ്ങളെ രണ്ടാളി കണ്ടല്ലോ ഒന്നല്ലേ, അത് ഞാൻ മറ്റുള്ള ആളെ വീഡിയോ കണ്ടതാ, ഇവരെ വീഡിയോ കണ്ടതാ. അതെ, ഞാനൊരു ചായ എക്സ്ട്രാ കുടിച്ചു. ഞാൻ പോയി ചിക്കൻ കഴിയിട്ടെ. സതീഷ് എൻ്റെ കൂടെ വരുന്നോ? അരുവിയില ഞാനിവിടെ കാവലിരിക്കാല്ലേ. നീ ഇത് കത്തിക്ക്. കാവലിരിക്കല്ല, കത്തിക്കാൻ വേണ്ടി കേട്ടോ. ഈ വിറകൊക്കെ ഉണ്ടല്ലോ ഒക്കെ പൊട്ടിച്ചിട്ട് ഇതാ ഇവിടെ നല്ല വെള്ളം അല്ലേ? എനിക്ക് വലിയ ആഴൊന്നുമില്ല. എന്താ വെള്ളല്ലേ? ഇത് ഉറവായിരിക്കൂടാ. ഉറവുള്ളേ. ഇവിടെ മീനുണ്ട് കേട്ടോ, ചെറിയ മീൻ. കുറച്ചുകൂടി വലിയ മീനായിരുന്നെങ്കിൽ നന്നായിരുന്നു. മീനുണ്ടല്ലേ? ചെറിയ പരമീനുണ്ട്. അതുണ്ടാവൂടാ, അതുണ്ടാവും. ഈ വെള്ളം പരലല്ല, പരല് പറയുന്നതിന് കാരണം ഷേപ്പ് വ്യത്യാസമുണ്ട് അതല്ലേ? നോക്കിയാൽ കാണാം, താഴെ കൂടെ ഇങ്ങനെ പോകുന്നു. പോരെ? ചെന്നായിരിക്കും. ബാ നീ. നല്ല വെള്ളം അവിടെ. കത്തിയില്ലേ? കത്തിയിട്ടുണ്ട്, പക്ഷെ ഇത് കനലാണ്ട് എന്നാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അടിയിലൊക്കെ കണ്ടായി വരുന്നുണ്ട്. കണ്ടുണ്ട് കുഴപ്പമില്ല. ഇനി അത് മാറ്റിയാൽ മതി അല്ലേ? ശരിയായിക്കോളും. ഈ ലൈറ്റ് ഒരു കമ്പ് എടുക്കാം അവിടുന്ന്. അല്ല, ചെറുതെടുക്കും. കുറച്ച് ബാക്കോട്ട്. ഞാനിതിനൊരു ലൈൻ പോലെ ഇടട്ടെ. ഇതൊന്ന് വരയിടട്ടെ മസാല തേക്കാൻ. ബ്ലേഡ് പോലെ കത്താണല്ലോ. കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് കുറച്ച് ഉപ്പുപൊടി ഇടാം. ഇത് നമുക്ക് ആദ്യം ചിക്കനെ ഇങ്ങോട്ട് മാറ്റി വെക്കാം അല്ലേ? ഇതാ ചിക്കൻ റെഡി. പോരടാ. ഓ മതി, സെറ്റല്ലേ? അതിനകത്ത് കുറച്ച് വിനാഗിരിയും കൂടി ഇട്ടുണ്ടായിട്ടുണ്ട്, പൊളിച്ചാണ്. വിനാഗിരിക്ക് ഇനി പോണ്ടി വരും. ഇല്ലടാ, ഞാനേ ഞാൻ കയ്യൊന്ന് കഴുകി വൃത്തിയാകട്ടെ. നമ്മൾ ഗ്രില്ല് ഒന്ന് കഴിയട്ടെ. സതീഷ് ആ ലൈറ്റ് എടുത്തോണ്ടോന്ന് വരും. ഇവിടെ വാ, വിശക്കുണ്ടെങ്കിൽ ഇതൊന്നും ആവണ്ടേ? വാ, ഇതാ നമ്മളെ ഗ്രില്ല് എന്തായാലും കഴുകി സെറ്റായി. ഇത് പിടിച്ചത് ഈ കമ്പൊക്കെ എടുത്ത് മാറ്റിയിട്ടേ ഇതൊക്കെ എടുക്കല്ലേ? ഒരു അല്ല ലൈറ്റ് കൂട്ടി പിടിച്ചോടാ. ഞാൻ ഇത് വെക്കട്ടെ? അല്ല, ഇത് കുറച്ച് പൊക്കി വെക്കണം കേട്ടോ. ഡയറക്റ്റ് ഇതിൽ വെക്കല്ലേ, കരിഞ്ഞു. പൊക്കി എങ്ങനെ വെക്കുക? മറ്റേ ഹാമർ ഇട്ടിട്ട് അടിച്ചാൽ മതിയോ? കമ്പോ? ആ വേണ്ട, ഒരു കാര്യം. 4 കമ്പ്. അതിനുള്ള കനലുണ്ടാവില്ലടാ. ഇത് നമുക്ക് ഈ കമ്പിന്റെ മേളിൽ തന്നെ വെക്കാം. 2 കല്ല് പെറുക്കിയിട്ട് വരണോ? ആ, നല്ല 2 കല്ല് വെക്കാം. അതല്ല, 2 അല്ല 4 കല്ല് വേണ്ട. കല്ലെടുത്തിട്ട് വരാം. നമുക്ക് ഒരു മിനിറ്റ്. കല്ലെടുത്തിട്ട് വരാം. ഒരു മിനിറ്റ്, ഇതൊന്ന് വെക്കട്ടെ. ഞാൻ നോക്കട്ടെ അവിടെ എവിടെയും കല്ലുണ്ടോ. നോക്കൂ, എവിടെ കല്ലുണ്ടാവുക? നിന്റെ ടെന്റ് അടിച്ചു കൊടുത്താണെങ്കിൽ താഴെ പോണ്ടേ? അല്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഈ വെള്ളം ഒഴിക്കേണ്ട സ്ഥലമില്ലേ? ഇവിടെ ഉണ്ടോ? ഞാനും പോയി നോക്കാം. എന്നാല് ഇത് വെച്ചോ, നോക്കിയിട്ട് വരട്ടെ. നോക്കിട്ടോ. ലൈറ്റ് വേണോ? ലൈറ്റ് ഒരെണ്ണം ഇവിടെ വേണ്ടേ? ആണല്ലേ. അല്ല, നിങ്ങൾക്ക് ലൈറ്റ് വേണ്ടേ? എൻ്റെ ഇതുണ്ടല്ലോ, ഫ്ലാഷ് ഉണ്ട്. അതിലിപ്പോൾ ഈ ലൈറ്റ് ഇവിടെ വെക്കാം അല്ലേ? അവിടെ പൊയ്ക്കോ. വെക്കട്ടെ.
അറിയോ അത് ഇതും കൂടെ വെച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കല്ലെടുക്കാൻ പറ്റും, കുറച്ച് പൊക്കി വെച്ചാൽ സെറ്റാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ കല്ല് കിട്ടിയാൽ പൊക്കി വെക്കും. ഇതിൽ നല്ല കനലൊന്നും ഉണ്ടായിട്ടുമില്ല കേട്ടോ. വിറക് വളരെ മോശം. അതായത് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നനഞ്ഞിട്ടേ, മഴ നനഞ്ഞിട്ട് കല്ലിൻ്റെ ആവശ്യമില്ലടാ. എന്താ അറിയോ, ചൂടില്ല കനലിൽ, ചൂടില്ല. പിന്നെന്തിനാ കല്ല്? കനലേ ഉണ്ട്, എന്നാലും അത്യാവശ്യം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, മോശം പറയാനൊന്നുമില്ല. ഇതും കൂടി കത്തിക്കട്ടെ, അല്ലെ പുകയില്ലേ? കത്തിച്ച തീയാവൂലേ? അല്ല, കത്തിച്ച് കനലാവട്ടെ. ഇപ്പം അതുവരെ ഇത് പുറത്ത് വെക്കേ? പുറത്ത് വെക്കും. ഇത്രയും നേരം കത്തിച്ചതൊന്നും പോരെ? പിന്നെ ഈ കണ്ണിൽ മാറ്റി, അല്ലെങ്കിൽ അതറിഞ്ഞോട്ടെ. എന്നാ പിന്നെ ഈ കണ്ണിൽ മാറ്റാം, ഈ പുകയായിരിക്കാനേ. മതി, 2 കല്ല് മതിയോ? പോഞ്ഞോട്ടാ, കുഴപ്പമില്ലേ? കുഴപ്പമില്ല. ഏയ് പുറത്തൂരടിക്കില്ലേ? അതൊക്കെ ഇങ്ങനെയാണ് സതീശ. കാട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ തിന്നണ മാതിരി തിന്നാൻ പറ്റുമോ സതീശ? ശരിയാണ്. നമ്മൾ വീട്ടിലല്ലല്ലോ, കാട്ടിലല്ലേ. നിനക്ക് നാളെ ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന്. നിനക്ക് ഇപ്പോൾ ഇത് മനസ്സിലാവണില്ല. നമ്മൾ അത്രയും ഭീകരമായ കാട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അറിയാം നിനക്ക്? ഇതൊക്കെ പരിചിതമാവുന്നില്ല. പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന റിസ്ക് ആണ് കേട്ടാ. ഒരിക്കലും അനുകരിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ചെയ്യുന്നത് ആരനുകരിക്കാൻ നിൽക്കുന്നത്? പറഞ്ഞത് സതീശനോടാ പറയണേ. ഒറ്റയ്ക്ക് മൂത്രയിക്കാൻ പുറത്തിറങ്ങാൻ പറ്റൂല. ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. നിങ്ങൾ ചെയ്യുന്ന ഞാൻ ഒരിക്കലും അനുകരിക്കൂല കേട്ടോ. അതാ മഴയുടെ മഴ മഴ പെയ്തു. ഞാൻ എൻ്റെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വാ. ഇതിന്റെ മേലെ നമുക്ക് ഇത് 2 കമ്പ് വെച്ചിട്ടേ എതിൻ്റെ മേളിൽ ഒരു പടിക്കുള്ള പക്ഷിയൊക്കെ, എതിൻ്റെ മേളിൽ അല്ല ഒരു പടി, എന്താ പറയുക, ഒരു പടിക്കുള്ള മരുന്നൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഞാനും ചിലതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഇതുണ്ടോ? ആ ഷീറ്റാ. അതിവിടെ ഇട്ടാ നമുക്ക് ഇവിടെ ഇരിക്കാം. അല്ല മഴ കൊള്ളാതിരിക്കാൻ ഇത് നനയായിരിക്കും. അതിനിപ്പം മഴ പെയ്യട്ടെ, ചാർന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് നനഞ്ഞ കെടൂലടാ. ഇപ്പം തന്നെ വെക്കണ്ട, സാരല്ല. നമ്മൾ കെട്ടാലും കത്തിക്കും. ഞാനിങ്ങനെ ഇരിക്കാനോ കിടക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവന്ന സാധനം ഞാൻ മറന്നുപോയി എടുക്കാൻ. ഞാൻ ഈ ഷീറ്റേ ഇതിന് മേളിൽ കൂടി എടുത്തേ. ഇപ്പോഴേ അങ്ങ് ഇട്ടാലേ അതിൻ്റെ മേളിലൊന്നും വേണമെന്നില്ലടാ. ഇത് ടെൻറ്റ് നനയാതിരിക്കാൻ പോലെ. ടെൻറ്റ് എന്ത് ബാക്കി ഉള്ള ഭാഗം മഴ പെയ്താൽ വേണ്ട. കരിയാണ്, കരിയുണ്ടോ സതീശ? അതാ കരിഞ്ഞൊരു പരിവായി. തീ കത്തണ്ടാ, കനൽ മതി. എന്തായാലും നനഞ്ഞോ? ഇല്ല, ഞാൻ അത് കവർ ചെയ്തു. വീശണ്ട വീശണ്ട, തീ കത്തൂല. ഞാൻ തീ മാറ്റി. ഇനി കനൽ മതി. മഴയത്തൊരു ഫോറസ്റ്റ് ഒന്ന് തിരിച്ചേ. എന്തായി ആവണ്ടോ? അത് കരിഞ്ഞ മാതിരി ഉണ്ടല്ലോ. അത് കരിഞ്ഞുണ്ട്. വെച്ചോ വെച്ചോ, വെക്ക്. വെന്തിട്ടില്ല, അത് തീ കത്തിയതാണേ. ഞാൻ ക്യാപ്പ് ഒഴിവാക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ മഴ നനഞ്ഞു, ഒരു സുഖം കിട്ടോ. മഴ നനഞ്ഞാലാ? മഴ നനഞ്ഞപ്പോൾ വെച്ചാൽ പ്രത്യേകിച്ച് ഇവിടെ ഈ രാത്രിയിൽ ഇങ്ങനെ വേറൊരു ഫീല് വന്ന് നിൽക്കുന്ന സമയത്ത് എനിക്ക് വേറൊരു വൈബും കൂടി തോന്നിയത് ഈ മഴ. അത് ഞാൻ ഇതുവരെ അനുഭവിച്ചതിൽ ആദ്യമായിട്ട് ഒരു പുതിയ ഫീല്. ഇതെന്ന് വെച്ചാൽ ഇതുവരെ അനുഭവിക്കാത്തത്. രാത്രി 12 മണിക്ക് മാത്രമല്ല, സമയം എന്തായി നോക്കി എൻ്റെ ഫോണിൽ? രാത്രി മാത്രം ഒരു 1:30 ഉണ്ടാവും. രാത്രി മാത്രമല്ല ഒരു കാട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ, നല്ല അനുഭവം അല്ലേ? അത് കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നിട്ട് ഇരുന്ന സമയത്ത് സൗണ്ടും
ഒപ്പം ഈ മഴയും എല്ലാം കൂടി നല്ലൊരു വൈബാണ്. എന്തില്ലേ ബന്ധമുണ്ട്, അല്ലെങ്കിൽ നുള്ളി അങ്ങനെ കിട്ടില്ല. കണ്ടോ അത് മതി. മതി. ഇതും ഒരു പുതിയ അനുഭവമാണ്. കൊണ്ടാ ഒരു പീസ് ഉണ്ടോ? നിർത്തം. മൂന്ന് എൻ്റെ സോളോ ആയിട്ട് ഈ സൈഡ് കിടക്കുന്നുണ്ട്. നിങ്ങളെ രണ്ടുപേരും എവിടെയും കിടക്കുന്നു. കഴിക്കാനായി? ഓ കഴിക്കാനായിട്ടൊന്നുമില്ലതാ. തിരിക്കുക. പോക ശരിക്കും ഇങ്ങനെ പാതി വേവിലാണ് നല്ലത്. പാതിയല്ല, ചിക്കനെ പെട്ടെന്ന് വേവല്ലോ. വിട്ടോ ഒന്ന് വീശിയാൽ ചൂട് അല്ല പോക. വെന്തിട്ടുണ്ട് അല്ലേ? ആ ഉപ്പ് കൂടിയത് നന്നായി, മസാല കറക്റ്റ് പിടിച്ചില്ല. അതെ. അപ്പം എന്തായാലും നമ്മൾ പെരും മഴയത്ത് വന്ന് ചിക്കൻ ചുട്ടിണ്ട് കേട്ടോ, നമ്മുടെ സതീശിനെ കൂട്ടിയിട്ട്. ഇവിടെ മഴ പെയ്യാത്തതുകൊണ്ടാണെന്നറിയാം, ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട് മേലെ. എന്താ എന്തായാലും സംഭവം അതാ സൂപ്പറായിട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ്. അതെ, വെറുതെ പറയുന്നല്ല കേട്ടോ, വിശപ്പം കൊണ്ടാണോന്ന് അറിയില്ല, പക്ഷെ എന്തായാലും ടേസ്റ്റിന് ഇതിൽ കുറയാനുള്ള ഒരു സംഭവം വിട്ട് അല്ലേ? ഓ പോക സാധനം ചേർത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ബോക്സിൽ നിറയെ ഞാൻ കഴിയുന്നുണ്ടോ, എനിക്ക് നല്ല രസമായി അവിടെ നിന്ന് എത്തിയപ്പോഴത്തേക്ക്. സംഭവം ടേസ്റ്റ് ഉണ്ട് അല്ലേ? ബന്നും കൂട്ടി കഴിച്ചു നോക്കിയാ. അപ്പോൾ എന്തായാലും കൊടും കാട്ടിൽ പെരും മഴയത്ത് നല്ല കോഴി ചുട്ടതാണ് കഴിക്കുന്നത് കേട്ടോ. ഇല്ലടാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ രണ്ടും നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനി വെറുതെ പറയണോ? അല്ലല്ല, ഞാൻ രണ്ട് കാര്യം പറഞ്ഞാൽ കറക്റ്റാണ്. കാരണം വെച്ചാൽ ഒന്ന് നിൻ്റെ ഒരു കൈപ്പുണ്യം ഞാൻ ഇതിന് ബ്രെഡ് അതുകൊണ്ടാ ഇതാ ബെന്നി മാത്രം. ഞാൻ ചിക്കൻ ഞാൻ കടിച്ചോളാം. ചിക്കൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ട്, അതും കൂടി എടുത്തോ. ചിക്കൻ കടിക്കും. നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇവൻ്റെ ഒരു കൈപ്പുണ്യത്തിലുള്ള ഈ ഒരു ചിക്കനും ഈ ഒരു ബെന്നും എനിക്ക് ഭയങ്കര ഒരു ഫീൽ തോന്നുന്നുണ്ട്. പിന്നെ ചാറ്റിൽ മഴ, കുറച്ച് തണുപ്പ്, ഇനി ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. കട്ടൻ ചായ വേണമെങ്കിൽ നമുക്ക് ആക്കാം, പക്ഷേ മഴ ഇപ്പോൾ സമയം അതുകൊണ്ടാണ് നേരം വെളുക്കും. വേണ്ട പറഞ്ഞുള്ളൂ. ഓക്കെ, ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നമുക്കെന്തായാലും വേഗം കഴിച്ചിട്ടേ ഇതിനകത്ത് കയറിയിരിക്കാം. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നീയുടെ പായൊക്കെ കുറിച്ച് സെറ്റാക്കിയില്ലേ? വെച്ചിട്ടുണ്ട്. മഴ നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോയി കിടക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറാം. ഒരു സത്യം പറയട്ടെ, അതായത് ഒരുപാട് കാശൊക്കെയുള്ള ഒരുപാട് ആളുകൾക്ക് ഹോട്ടൽ മുറിയിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോ റിസോർട്ടിലൊക്കെ പോയിട്ട് താമസിക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു വൈബ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇത് കഴിച്ചിട്ട് ഇതേപോലെ ഒരു വൈബ് കിട്ടൂല. എത്ര പൈസ മുടക്കിയാലും കിട്ടൂല. എത്ര ലക്ഷങ്ങൾ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫീല് കിട്ടില്ല. ഞാൻ ഇന്ന് വന്നതുപോലെ നിങ്ങളുടെ കൂടെ ഒരു ഗസ്റ്റിന് വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ഒരു ഇതിൻ്റെ മൂല്യമുണ്ട്, ഒരുപാട് പണത്തിൻ്റെ. അത്രയും കഴിയുന്ന ഒരു ഭാഗ്യമുണ്ടല്ലോ, മഹാഭാഗ്യം, അതെനിക്ക് കിട്ടിയെന്നുള്ളത് ഞാൻ പ്രേക്ഷകരോട് പറയാണ്. സത്യമായിട്ടുള്ള കാര്യമാണ്. ഭാഗ്യം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെയോ? എത്ര പോകാനുണ്ട്? നാളെ എത്ര നടക്കാണ്ടെന്നാ നിന്റെ വിചാരം? നിങ്ങൾ തന്നെ നേരം വെളുത്തിട്ട് ഭാഗ്യം തുടങ്ങിയിട്ടുള്ളൂ ആണല്ലേ? എന്നാൽ ഇതെനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ്, സത്യമായിട്ടും പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇനി എന്തായാലും തുടർന്നുള്ള ഓരോ യാത്രയിലും നമുക്ക് പങ്കുവെക്കും. എന്ത് ചിക്കനോ? ചിക്കൻ കഴിഞ്ഞു, പങ്കുവെക്കാനില്ല, കഴിഞ്ഞു. അപ്പം ഞാനിതൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. മഴ കുറച്ച് നിന്നു കേട്ടോ. അതാന്നു നമുക്ക് ഈ എല്ല് അടുപ്പിന് ഇതിനകത്തന്നെ കേട്ടോ. ഇനി ഇതിന്റെ മണം വന്നിട്ട് വല്ലതും വരുമോ? ഇല്ല, മണം ഞങ്ങളുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ വരില്ല. ഇല്ലല്ലേ? പിന്നെ നരഭോജികളെ പോലത്തെ ജീവികളെ വരുള്ളൂ. വേറെ കേട്ടോ, വിറക് കഴിഞ്ഞോ? വിറക് കഴിഞ്ഞു. ഈ ഗ്രില്ലാസ് എടുക്കോടാ, എല്ലാം കഴിച്ചു കഴിഞ്ഞോ? ഷൂ ഞാൻ മഴയത്ത് എങ്ങനെയാ ഓടി എങ്ങനെയാ വാഷ് ചെയ്ത് വന്ന് ഒന്നും അറിയില്ല. സാറില്ല, കാലിലൊക്കെ എന്താ കടിക്കണ്ട അട്ട ഉണ്ടോന്നൊരു സംശയം ഉണ്ട് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കയറാൻ സാധ്യത. നോക്കട്ടെ അമ്മേ, ഞാൻ കൈ കഴിച്ചു കേട്ടോ, കൈ കഴിച്ചു.
ഇല്ല ഇല്ല, ഞാൻ വിചാരിച്ച അട്ടയുണ്ടെന്ന്. കുപ്പിയിൽ വെള്ളം ഉണ്ടോ? അപ്പം ഞാനേ എൻ്റെ ഹാമക്കിൻ്റെ ഭാഗത്തേക്ക് നടക്കട്ടെ. അങ്ങോട്ട് കാട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി കിടന്നിട്ടേ കിടക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കട്ടെ. എന്താ സ്ഥിതിയൊന്നും അറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് വരണോ? വേണ്ട, ഞാൻ അവിടെ പോയി സെറ്റ് ആയിക്കോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. കുറച്ച് ഗ്രില്ല് കേട്ടല്ലേ. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടേ ഉള്ളിൽ കയറാം അല്ലേ? ക്യാമറ അവിടെ വെച്ചില്ലേ? ആ ക്യാമറ എടുക്കും. പിന്നെ ക്യാമറ അവിടെ വെച്ചിട്ടാണോ മറന്നു പോയത്? പിന്നെന്താ അറിയോ, അങ്ങനെ മറക്കാതെ സംഭവം നീ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോരും. പിന്നെ ഞങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങ് പോകുന്ന. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തിരക്ക് പിടിച്ച് പോകുന്ന സമയത്ത് തിരിച്ചു വരവ് ക്യാമറ വെച്ചിട്ട് എവിടെയും പോകില്ലടാ. ക്യാമറ ഇല്ലെങ്കിൽ നമ്മളെ പരിപാടി മുടങ്ങിയില്ലേ? അപ്പോൾ നമ്മൾ ക്യാമറ വെച്ചിട്ട് പോവോ? നിൻ്റെ ക്യാമറയൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചാ സൈഡിലേക്ക് ആയിരിക്കണേ. ഒരു സൈഡിലേ ഒരു മൂലയിൽ കിടക്കണം കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീട്ടിലിറങ്ങണ മാതിരി എടുത്ത് കാലം നിർത്തിൻ്റെ വലയിൽ കൂടി ഇട്ടരുതേ. നീ കയറിക്കോ. നനഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും നനഞ്ഞ് ഉണങ്ങി പോകും. സാറിൽ കയറിക്കോ. ഒരു സൈഡ് കയറിയിരി. ഇതിപ്പോൾ ഒന്ന് കിടന്ന ഒക്കെ ഉറങ്ങി പോകും. പേടിയുണ്ട്. കുഴപ്പമില്ലല്ലോ, നനയില്ലല്ലോ. ഇല്ലില്ല, ഇതുവരെ നീ ഒരു സൈഡിലോട്ട് കിടക്കട്ടോ. ഞാനും കയറട്ടെ. ഞാൻ രാവിലെ അറിയൂടാ. പിന്നെ അറിയാതെ ഞാൻ ഉറങ്ങൊന്നുമില്ലടാ സതീശ. ഉറക്കൊന്നും വരൂല. എനിക്ക് തോന്നലുണ്ട്, എനിക്കിങ്ങനെ പേടിയുണ്ട്, ഉറക്കം വരൂല. ഉറക്കൊന്നും വരില്ല നമുക്ക്. നീ നോക്കിക്കോ, ഇന്നത്തെ അനുഭവം നോക്കാം. ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞാൽ കുറേ സംസാരിക്കുന്നുണ്ടോ? നല്ല കാര്യങ്ങളുണ്ടല്ലോ, എല്ലാം പറഞ്ഞു തീരുമ്പോഴത്തേക്ക് നേരം വിളിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. പിന്നെ ഇതാ സതീഷ് വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്. മുടിയൊക്കെ നനഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം വന്നപ്പോഴുള്ള പേടിയൊക്കെ അങ്ങ് പോയില്ലേ? വന്നപ്പോൾ പേടി പോയി. വന്നപ്പോഴുള്ള പേടിയൊക്കെ പോയി. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീയൊക്കെ ഇട്ടപ്പോൾ ആ ഒരു ഇതങ്ങ് മാറി. പിന്നെ എനിക്കിനി 2-3 ദിവസം കൂടി ഇതുപോലെ ഇതായി വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂടെ വരാനുള്ള ഒരു എക്സ്പീരിയൻസ് ആവില്ലേ? ഇപ്പം തന്നെ എനിക്ക് ഇപ്പം തന്നെ അതായത് വന്നപ്പോൾ പിന്നെ കുറച്ച് പേടിയും ഭയങ്കര ഒരു വെപ്രാളൊക്കെ ആയിരുന്നു. ഈ കാടും രാത്രിയും പിന്നെ ആ മഴയുടെ അതൊക്കെ കണ്ടപ്പോൾ. ഇപ്പോൾ ഇവന് ഭക്ഷണം കഴിച്ച് കിടന്നു. ഇപ്പോൾ ആ ഒരു ഇത് മാറി. ഇനി പിന്നെ 2 ദിവസം ഞങ്ങളെ കൂടെ ഇതേപോലെ കാട്ടിലിങ്ങനെ കഴിയുമ്പോൾ ഇവൻ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറും. പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യണേ എന്ന് പഠിക്കാനും ഇവനൊരു അവസരമാണ്. അതായത് ചാണകമല്ല, ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്ന പറയില്ലേ എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ കുറച്ചു നേരം. നീ ആദ്യം പറഞ്ഞത് അങ്ങനല്ല, ചാണകം ചാരിയ ചാണകം മണക്കുന്നല്ലേ. സോറി. അപ്പം എന്താ വെച്ചാൽ ഇവരുടെ കൂടെ കൂടിയപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ. അപ്പോൾ ഈ മാറ്റം എന്ന് പറയുന്നത്, ഈ മാറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതൊരു വേറൊരു അനുഭവമാണ്. അതായത് ഞാൻ കഴിഞ്ഞ 1-2 വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അതായത് നമ്മളിങ്ങനെ രാത്രി പോവുക, രാത്രിയല്ല പകൽ തന്നെയാണ് പോകേണ്ടത്. ഞങ്ങൾ ഇന്ന് വന്നത് ലേറ്റായി പോയതാണ്. ഇതേപോലെ രാത്രി പോവുക, ടെൻ്റ് അടിക്കുക, പിന്നെ അതേപോലെ തീയിടുക, രാത്രി കുക്ക് ചെയ്യുക, കഴിക്കുക. എന്തൊരു വൈബ്! ഈ ഒരു വൈബ് ഒരു ഭയങ്കര ഒരു വൈബാണ്. പക്ഷെ അത് എല്ലാവർക്കും അത് ഇഷ്ടമുള്ളവരുണ്ടാവും, പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അപ്പോൾ ആരെങ്കിലും വയനാട്ടിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ കൂടിക്കോ, നമ്മൾ ക്യാമ്പ് ചെയ്യാൻ കൊണ്ടുപോകാം അല്ലേ. ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇതേപോലെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകലൊന്നും നടക്കൂല. നമ്മൾ നേരം വെളുത്താലും പിന്നെ തിരിച്ചു പോകാം. ഇനി പിന്നെ കുറച്ചുകൂടി ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ നേരം വെളുത്താൽ പോകാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ നാളെ ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അതായത് ആ അരുവി, നമ്മൾ ചിക്കൻ കഴുകിയ അരുവിയില്ല, ആ ഒരു വെള്ളം ഉറവ വരുന്നത്, അതിങ്ങനെ മേളോട്ട് കയറി പോകും. അങ്ങനെ കയറി പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ. അതെ. പിന്നെ വെച്ചാൽ ഇവിടുന്ന് നെറ്റ്വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും തിരിച്ച് വിളിക്കാനും പറ്റില്ല. ഇവിടെ വന്ന ആൾക്കാർക്ക് പിന്നെ തിരിച്ച് പോകാനും നടക്കില്ല. നെറ്റിൽ അങ്ങനത്തെ പരിപാടി ഇല്ല, കോൾ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ 2 ദിവസം ഇവരോടൊപ്പം ചിലവഴിക്കുന്ന കാര്യം ഞാൻ ആദ്യം എനിക്ക് പേടിയുണ്ടായിരുന്നു, തിരിച്ചെങ്ങനെ പോകും, എത്ര ദിവസം എങ്ങനെ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി ത്രില്ലായിരിക്കുകയാണ്. ത്രില്ലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ടുണ്ട് ഇഴുകിച്ചേർന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഉറക്കം ചിലപ്പോൾ ഉറങ്ങാനുള്ള സമയം ഉണ്ടാവില്ല. 2-3 കഥകളൊക്കെ ഇപ്പോൾ ഈ വന്ന വഴീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ അനുഭവം പറയുമ്പോഴത്തേക്കും നേരം വെളുക്കും. അപ്പോൾ ഉറങ്ങുന്നില്ലാത്തത് കൊണ്ട് എനിക്ക് പേടി തീരെയില്ല. അപ്പോൾ ഉറങ്ങുമ്പോഴാണല്ലോ പേടി, ഉറങ്ങുമ്പോൾ നല്ല പ്രശ്നങ്ങളുണ്ടാവുക എന്നുള്ള പേടി.
ഇങ്ങനെയൊക്കെയാണ്. ഒരു പ്രശ്നമില്ലല്ലോ, ഇല്ല എല്ലാ പേടിയും മാറിയില്ലേ? എല്ലാ പേടി. അപ്പൊ എല്ലാ പേടിയും നമ്മുടെ സതീശന്റെ മാറിയിരിക്കുകയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഇതിൽ പേടി ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, പേടിയുണ്ട്, ചെറിയൊരു ഇതുണ്ട്. പക്ഷെ അത് നമുക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഇത് മാറി കേട്ടോ. ആ ഒരു മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ കുറേ സെറ്റായി. എന്തായാലും വന്നതിനേക്കാളും ആൾ ഉഷാറായി, എല്ലാ ഇതും ഓക്കെ ആയി. ഇനി നമ്മളെ കൂടെ കണ്ടിന്യൂ ക്യാമ്പിങ്ങിന് വരുന്നതാണ് പറയണത്. പിന്നെ അത് മാത്രമല്ല 2-3 ദിവസം ഇനി നമ്മൾ ഈ കാടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. റോഡിലോട്ടും ടൗണിലോട്ടും വീട്ടിലോട്ടും ഒന്നും പോകില്ല. നമ്മുടെ അടുത്ത് പവർ ബാങ്ക് ഉണ്ട്, ചാർജർ ഉണ്ട്, 3 പവർ ബാങ്ക് ഉണ്ട്. മാഹിക്കാരൻ്റെ അടുത്തും ഉണ്ട് അതുപോലെ. പിന്നെ ടോർച്ച് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, സോളാറിൻ്റെ ലൈറ്റ് ഉണ്ട്, വെള്ളമുണ്ട്, വെള്ളം ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല മഴയാണ്. അപ്പോൾ ഫുഡും നമ്മുടെ അടുത്ത് 1-2 ദിവസം കുറച്ചൊക്കെ ഉണ്ട്, ബ്രെഡും പന്നും ഒക്കെ ആയിട്ട്. പിന്നെ നമുക്ക് ഈ കാട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്നൊക്കെ നോക്കണം. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. ഞങ്ങളെന്തായാലും പതുക്കെ ടെന്നിനുള്ളിൽ കയറി കിടന്നുറങ്ങാൻ പോവാണ്. മാഹിക്കാരൻ താഴെയുണ്ട്, ഇനിയൊന്നും പറയണ്ട, ബാക്കി രാവിലെ പറയാം. എന്തറിയോ, ഇപ്പം തന്നെ കൊണാന്ന് കുറേ ലെങ്ത്തായി. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. എന്തറിയോ, വർത്താനം പറയാൻ നിന്ന് കഴിഞ്ഞാൽ സതീശൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വർത്താനം നിർത്തൂല, ഇങ്ങനെ കണ്ടിന്യൂ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ എൻ്റെ ഇതൊക്കെ വീഡിയോ കാണാൻ ഇവൻ്റെ ചാനലൊക്കെ ഒന്ന് കയറി നോക്കി വെക്കണം ഇവൻ്റെ വർത്താനം കേൾക്കണമെങ്കിൽ. അപ്പോൾ എന്നാൽ കിടക്കാം. അപ്പോൾ അങ്ങനെയാണ് സ്ഥിതി. അപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങാൻ പോകണം കേട്ടോ. എന്നാൽ കിടന്നോ, ഒരു സൈഡിലോട്ട് അങ്ങ് കയറി കിടന്നോ. കിടക്കുക എന്ന് പറഞ്ഞാൽ ഇതന്നെ ഉള്ളൂ കേട്ടോ കിടത്തം. ഞാൻ ലൈറ്റ് എടുക്കട്ടെ? 2 ലൈറ്റ് ഇവിടെ തന്നെ കത്തിയിരിക്കുന്നു. ഇതൊക്കെ അങ്ങ് എടുത്തി വെക്കാം. സോളാർ കൊണ്ട് കുഴപ്പമില്ലല്ലേ, ചാർജ് ചെയ്തു. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ബാക്കി രാവിലെ കേട്ടോ. എന്താവുന്ന അറിയില്ല സതീശനും കൊണ്ട് രാത്രി. മായക്കാരൻ്റെ ഒച്ചയും വേളൊക്കെ താഴെ കേൾക്കണ്ടല്ലോ. അതിരുന്നോട്ടെ, ചെറുതല്ലേ? ചെറുതാണ്, പക്ഷെ അത് കിടന്നുറങ്ങുമ്പോൾ ഇല്ല, അതൊന്നും ചെയ്യലടാ. എന്നൊരു കട്ടുറുമ്പ് കടിച്ചടാ, ഇതിൻ്റെ ഉള്ളിൽ പെറുക്കി കളയാൻ പറ്റില്ല, കിടന്ന് കറങ്ങുന്നുണ്ടോ. മേലെ കൂടെ ഒരു ഉറുമ്പ് വന്നു ചെറുത്. അതൊക്കെ ഉണ്ടാവും മോനെ, ടെൻ്റല്ലേ, കാടല്ലേ, അതൊന്നും നോക്കല്ലേ. ചെല്ലോ ഇവനെ കൊണ്ടിപ്പോൾ ലൈറ്റ് വേഗം ഓഫാക്കാം. ഉറുമ്പാണെങ്കിൽ വേറെ എന്തെങ്കിലും. ചെറിയ പ്രാണി, ഉറുമ്പ്, കൂറ, എലി, പാറ്റ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യരുത് കേട്ടോ. കടി കൊണ്ടുമ്പോൾ ഒരു പരുവത്തിന് വർത്താനം പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഒരു കട്ടുറുമ്പ് കടിച്ചത് കൊണ്ട് എന്താ പറയുക, കാലിലിങ്ങനെ. സാറില്ല, ഈ ലൈറ്റും കൂടി അങ്ങ് എടുത്തട്ടെ. ലൈറ്റ് വേണ്ടല്ലോ, നമുക്ക് കുറച്ചേരം ഉറങ്ങാം, അല്ലെങ്കിൽ രാവിലത്തേക്ക് ക്ഷീണമാവും അല്ലേ? നല്ലോണം ഉണ്ട്, പക്ഷേ കുറച്ചേരം കിടന്നുറങ്ങാം. ലൈറ്റ് ഓഫ് ആക്കി ചിലപ്പോൾ ഉറക്കം വരും. ഓ, കാല് മാറ്റി. ഉറക്കം വരുന്നതെന്ന് പറഞ്ഞാലേ സാറില്ല, വേണ്ടേ? സാറില്ല, അത് മതി, കുഴപ്പമില്ലല്ലേ. എന്നാൽ പതുക്കെ കിടന്നുറങ്ങിക്കോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഉറക്കമൊന്നും ഇല്ലടാ, ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ.